ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും അല്ല, ഓക്സിജൻ അതൊക്കെ ഉണ്ട്. അതല്ല ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താ? ആംബുലൻസ് പെട്ടെന്ന് പോകും. കാറ് ട്രാഫിക് ബ്ലോക്കിൽ പെടും. ആംബുലൻസ് ആണ് പെട്ടെന്ന് പോകും. അതുകൊണ്ട് നിങ്ങളുടെ വീട്ടിൽ കാർ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ആംബുലൻസ് വിളിക്കണം. എപ്പോഴാണ് ആംബുലൻസ് വിളിക്കേണ്ടത്? തട്ടിയിട്ട് എഴുന്നേറ്റില്ലെങ്കിൽ ആംബുലൻസ് വിളിക്കും. അയാൾ തട്ടുകടനെ എഴുന്നേറ്റ് ഉടനെ ആംബുലൻസ് വന്ന് പിന്നെ അവരുടെ പൈസ കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് തട്ടി എഴുന്നേറ്റില്ലെങ്കിൽ ആംബുലൻസ് വിളിക്കുന്നു. ആംബുലൻസ് വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇവന് ശ്വാസോച്ഛ്വാസം നടക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കണം. അതിന് നിങ്ങളുടെ കവിള് മൂക്കിലോട് ചേർക്കുക. ഈ ചെസ്റ്റിലേക്ക് നോക്കുക. ചെസ്റ്റ് ഉയർന്ന് താഴുന്നുണ്ടോ? കവിളിലേക്ക് മൂക്കിൽ നിന്ന് ശ്വാസം തട്ടുന്നുണ്ടോ നോക്കണം. ഇല്ല, അപ്പൊ ലെങ്സ് പ്രവർത്തിക്കുന്നില്ല. നമ്മൾ ഉറപ്പിച്ചു, ലെങ്സ് പ്രവർത്തിക്കുന്നില്ല. ഇനി ഹാർട്ട് പ്രവർത്തിക്കുന്നുണ്ടോ ഇല്ലേ എന്ന് നോക്കണം. അത് മെഡിക്കൽ പേഴ്സണിലെ പറ്റുള്ളൂ. നിങ്ങൾക്ക് പറ്റുമോ? പറ്റും. 3 പേരിലെ ഇങ്ങനെ 3 പേരിൽ എല്ലാവരും ഇവിടെ വെച്ച് ഈ ശ്വാസനാളത്തിന് മുകളിൽ കൊണ്ട് വെച്ചേ നേരെ പുറകിലേക്ക് നീക്കിക്ക്. പൾസ് കിട്ടുന്നുണ്ടോ നീക്കി നേരെ കിട്ടുന്നുണ്ടോ? കെട്ടിയവരൊക്കെ വെക്ക്. അല്ലാത്ത ഒരു പൊസിഷൻ മാറ്റി നോക്കും. 3 പേരിൽ വെച്ച് തന്നെയാണ്. ഇവിടെ വെക്കുക, ഇവിടെ വെക്കണം. ഈ വരയിൽ നേരെ പുറകോട്ട് മാറ്റുക. പൾസ് കിട്ടും. ഈ പൾസ് ഒന്ന് നോക്കാം. ഇയാളാണെങ്കിൽ എങ്ങനെ നോക്കണം? ഇങ്ങനെ കഴിവിട്ട് നേരെ പുറകോട്ട് മാറ്റി നോക്കുക. കറക്റ്റ് എനിക്ക് പൾസ് കിട്ടുന്നു. എങ്ങനെ ഞാൻ നോക്കി എല്ലാവരും എഴുതി നോക്കി. ഞാൻ ഇവിടെ കൈവച്ചു 3 പേരിൽ വെച്ച് കാണോ? നേരെ പുറകോട്ട് മാറ്റില്ല. കറക്റ്റ് പൾസ് കിട്ടുന്നുണ്ട്. എല്ലാ പൾസ് എനിക്ക് കിട്ടുന്നുണ്ട്. ഇത് എല്ലാവർക്കും നോക്കാൻ പറ്റും. നിങ്ങൾ വീട്ടിൽ ചെന്ന് പരിസരം നോക്കണം. പൾസ് ഇല്ല, നിങ്ങൾ CPR കൊടുക്കണം. CPR കൊടുക്കാനായിട്ട് നിപ്പിളുണ്ടല്ലോ, ആ നിപ്പിളിൽ ഒരു നിപ്പിൾ അടുത്ത നിപ്പിളിൽ വരവരച്ചാൽ ഒരു സ്ട്രെയിറ്റ് ലൈൻ കിട്ടുമല്ലോ. ആ സ്ട്രെയിറ്റ് ലൈനിൽ കൊണ്ട് നിങ്ങളുടെ കൈയുടെ ഈ ഭാഗം വെക്കണം. ഇവിടെ വെക്കരുത്, ഇവിടെ വെക്കരുത്, ഇവിടെ വെക്കരുത്. ഈ കഴുത്തെ കൂടി നേരെ ഒരു വരവരച്ചാൽ ആ ലൈൻ. ഈ നിപ്പിൾ വരച്ചാൽ ആ ലൈൻ. അവിടെ പ്ലസ് പോലെ പോയിന്റ് ഇട്ടില്ലേ കുറിച്ച് പോലെ, ആ പോയിന്റ് കൈവല്ലോ. അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കഴിഞ്ഞാൽ വാരിയല്ലോണ്ട് പോകും, ഉള്ള ജീവൻ കൂടി പോകും. അപ്പൊ നിങ്ങൾ രക്ഷാപ്രവർത്തനമല്ല ചെയ്യുന്ന കൊലപാതകമാണ്. അപ്പൊ അത് ചെയ്ത് കറക്റ്റ് വെച്ചിട്ട് കേട്ടാ ഈ ഭാഗം ഇവിടെ എങ്ങോട്ട് മാറും. ഇവിടെ വെച്ചിട്ട് ഈ കൈ ഇങ്ങനെ പിടിക്കുക. ഇങ്ങനെ മുട്ട് ബെൻഡാകരുത്. മുട്ട് നേരെ ലോക്ക് ചെയ്യുക. ഈ ചെസ്റ്റിന്റെ ബോൺ ഉണ്ടല്ലോ 2 ഇഞ്ച് താഴ്ത്തണം. നിങ്ങൾ ശക്തികളെല്ലാം ഇവിടെ ചെയ്യുക. നിങ്ങള് സാധാരണ നെക്കൊന്നും നെക്കി താഴ്ത്തില്ല. അപ്പൊ എന്ത് ചെയ്യണം? നിങ്ങൾ തല മുന്നോട്ടയച്ച് ബോഡി വെയിറ്റ് ഇട്ട് ഈ എൽബോ വളയാതെ എൽബോ നേരെ പിടിച്ചിട്ട് ഇങ്ങനെ 1 2 3 4 മാത്രം കൊണ്ട് സ്പീഡ് 1 സെക്കൻഡിന് 2 വേണം. അല്ലാണ്ട് 1 2 എനിക്ക് കഴിയില്ല 3 കുറച്ച് കഴിഞ്ഞ് ചെയ്യാം 4 അതല്ല 1 2 3 4 5 ഇതിൽ നടക്കണം. അപ്പൊ എങ്ങനെയാ അത് എണ്ണണം? 1 2 3 4 ഇങ്ങനെ എടുത്തിട്ട് ഇടിക്കുകയല്ല വേണ്ടത്. കൈ കൊണ്ട് ഇടിച്ചാൽ ഇത് വർക്കൗട്ട് ആവും. ഇങ്ങനെ കൈ എടുക്കാതെ ബോഡി വെയിറ്റ് 1 2 3 4 5 6 7 30 തവണ. എത്ര തവണ? 30 തവണ. എന്നിട്ട് താടിയിൽ പിടിച്ച് ഈ താടി മുകളിലോട്ട് പൊക്കണം. താടി ഇങ്ങനെ പിടിച്ചിരിക്കരുത്. താടി മുകളിലോട്ട് പൊക്കിയിട്ട് അതേ കൈ കൊണ്ട് മൂക്ക് അടച്ചു പിടിക്കുക. വാ തുറന്നിട്ട് വായുടെ ഊതുക. എന്തിനാ? ശ്വാസം കൊടുക്കാൻ. അതിന് 4 മിനിറ്റോളം തലച്ചോറിലേക്ക് ഓക്സിജൻ എത്തിയില്ലെങ്കിൽ തലച്ചോറിലെ കോശങ്ങൾ നശിച്ചു പോകും. അപ്പോ ഹാർട്ട്, ലെങ്സ്, ലിവർ എല്ലാം എത്ര മിനിറ്റേ പറ്റുള്ളൂ? അപ്പോ ഓക്സിജൻ ഈ പമ്പ് ചെയ്തിട്ട് ഓക്സിജൻ കൊടുക്കുക. എത്ര തവണ കൊടുക്കണം? ഇങ്ങനെ ഊതി വീണ്ടും എടുത്തിട്ട് ഒന്നുകൂടി ഊതുക. വീണ്ടും കംപ്രഷൻ. പിന്നെ അല്ലാണ്ട് നിർത്താൻ പാടില്ല. വീണ്ടും ബ്രീത്ത് കൊടുക്കുക 2 തവണ. 30 ഇത് കണ്ടിന്യൂ ചെയ്തിരിക്കണേ. പോരെ ഒന്നില്ലെങ്കിൽ അവൾ എഴുന്നേക്കുന്നവരെ, അല്ലെങ്കിൽ വണ്ടി കൊണ്ടുവരുമ്പോ വണ്ടി കയറ്റിയിട്ട് വണ്ടിയിലിട്ട് കൊടുക്കണം. എവിടെ വരെ? ഹോസ്പിറ്റലിൽ എത്തുന്നവരെ. 100% ആള് രക്ഷപ്പെട്ടിരിക്കും. 1%, 10% അല്ല, 100% ആള് രക്ഷപ്പെട്ടിരിക്കും. കുഴഞ്ഞു വീഴുന്നവരൊന്നും മരിക്കാനുള്ളവരല്ല. കുഴഞ്ഞു വീഴുന്നവരെ ഹാർട്ട് സ്ട്രക്കായി പോവാണ്. ആ സ്ട്രക്കായ ഹാർട്ട് നിങ്ങൾ നല്ലതായിട്ട് കറക്റ്റ് തട്ട് കൊടുത്താൽ ഇനിയും 50 വർഷം ജീവിച്ചിരിക്കേണ്ട മനുഷ്യനാണ് ഈ കുഴഞ്ഞു വീണിട്ട് നമുക്കിത് ചെയ്യാൻ അറിയാൻ പാടില്ല ചത്തുപോകും. ഇത് സമൂഹത്തിന്റെ അറിവില്ലായ്മയാണ്. ആ അറിവിലേക്കാണ് നമ്മൾ എത്തേണ്ടത്. അറിയും ഓരോ ജീവൻ അല്ലെ, ചില ജീവനുകൾ ഒരു കുടുംബനാഥനൊക്കെ നഷ്ടപ്പെട്ടു പോയാൽ പിന്നെ ആ ഫാമിലി ഇല്ല.
ജീവനുകൾ വിലയേറിയത്. ഇങ്ങനെ ചെയ്യാൻ പറ്റും. ഓക്കെ, മോളിങ്ങോട്ട് വന്നേ.